ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അനുവമ്പി വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. സോ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വ്ളോഗ് എടുക്കാമെന്ന്. കാരണം ഞാൻ 2-3 വ്ളോഗ്സൊക്കെ അപ്ലോഡ് ചെയ്തത് അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്, അതായത് അച്ഛൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഇപ്പോൾ ടൈം വന്നിട്ട് ഒരു 5:30 ആയിട്ടുണ്ട്. നമ്മളൊരു 6:30 ബസ്സിന് ഇവിടുന്ന് പോകും. ഇവിടുന്ന് ഒരു 20 മിനിറ്റ് 20-25 മിനിറ്റ് ഓരോ ബസ്സിൻ്റെ ടൈം അനുസരിച്ചിരിക്കും. അത്രേ ദൂരമുള്ള അമ്മമ്മയുടെ വീട്ടിലേക്ക്. പുതിയരുവാണ് വീട് വരുന്നത്. സോ ഇപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വ്ളോഗിൽ ഉണ്ടാവുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഇതും ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതൊരു ഫ്രോക്ക് മോഡലാണ്. ഒരു ടൈം ഇപ്പോൾ കുറച്ച് മുന്നേ ട്രെൻഡായിട്ടുള്ളൊരു ടോപ്പാണിത്. അപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് എടുത്തിട്ടുള്ളതാണ്. ഞാൻ എല്ലാം ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുക്കലാണ് കൂടുതൽ. കാരണം എന്താ വെച്ചാൽ നമുക്ക് കറക്റ്റ് ഫിറ്റിന് കിട്ടണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല അത്യാവശ്യം നല്ല ഷേപ്പൊക്കെ ഉണ്ട്. ഒരു ഫ്രോക്കാണ് കേട്ടോ. ഫ്രോക്ക് എന്നൊക്കെ പറയാം, ഡ്രസ്സ് എന്നൊക്കെ പറയാം. നമ്മൾ കാക്ക ബൈ എലിസ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇൻസ്റ്റഗ്രാമിൽ ആ ഒരു മോഡൽ ഡ്രസ്സ് കണ്ടിട്ട് ഇൻസ്പയർഡ് ആക്കിയിട്ട് ഞാൻ അതേ മോഡൽ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുത്താണ്. ക്ലോത്ത് എടുത്തിട്ട് പരാഗ് പോയി ക്ലോത്ത് എടുത്തു, സ്റ്റിച്ച് ചെയ്യിപ്പിച്ച്. ഫോറൽ പ്രിൻ്റ് വരുന്നതാണ്. ലൈനിങ് ഒക്കെ വെച്ച് അടുപ്പിച്ച ഒരു എലൈൻ ഡ്രസ്സ് എന്നൊക്കെ പറയാം. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട്. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ ഇത് ഇവിടുന്ന് ഇറങ്ങാണ്. 6:30 ബസ്. അപ്പോൾ നമുക്ക് പോയിട്ട് വേഗം വരാം. തന്നെ ഹായ് അമ്പി, ഹായ് പറയോ. പുതിയതൊന്നല്ലേ, ഇത് പഴയ ഫോണോ? തെറിയോ ചിത്തറോ? അപ്പം എടുക്കട്ടെ. എൻ്റെ മേത്തേക്കായിരിക്കും മിക്കവാറും. പൈപ്പ് ലൈന് പൊട്ടിയാ ഞാൻ ഉത്തരവാദിയല്ല. ഇല്ലല്ലോ കത്ത്. അച്ഛാ ഹായ് പറയോ? അപ്പം ഗായ്സ്, ഞാൻ കുറേ നേരമായി വീട്ടിലെത്തിയിട്ട് ഡ്രസ്സൊക്കെ മാറി ചായ കുടിച്ചു കേട്ടോ. ഞാൻ വരുമ്പോൾ അവിടെ നിന്ന് ബൂസ്റ്റ് കുടിച്ചിട്ട് വന്നാൽ, എന്നാലും ഞാൻ ഇവിടെ എത്തിയിട്ട് ചായ കുടിച്ചു. എന്നിട്ട് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. ആൻറ്റി അവിടെ കറി വെക്കുന്നുണ്ട്, ഞങ്ങൾക്കത് കാണിച്ചു തരാം. ഷോ അമ്മേനല്ല ഒരു അനക്കും പഠിപ്പിച്ചു തരും അമ്മി. ലിയ അനക്കും പഠിപ്പിച്ചു തരാം. ഇതെന്താ സംഭവം അമ്പി? ഓ അത് കെട്ടിടോ അമ്പി, അത്ര ശരിയൊന്നും വേണ്ടപ്പാ. ഇവിടെ ഒരാള് ഫോണ് നോക്കുന്നു ഗൈസ്. ഇവിടെ നമ്മൾ TV വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മി അനക്ക് പഠിപ്പിച്ചോ? നീ കാണിച്ചു കൊടുത്തത് ലോക്ക് ഇടണം. ക്രോച്ചറ്റ് ഇങ്ങനെയല്ലേ ഓരോന്ന് പഠിക്കുന്നല്ലേ. അങ്ങനെ ലിയ എന്നാ പറയുന്നത്. അങ്ങനെ അമ്പി അതിസാഹസികമായി തോറ്റിരിക്കുന്നു. ഇനി ലിയ കാണിച്ചു തരും എങ്ങനെയാ ആക്കണ്ടേന്ന്. ലിയ കാണിച്ചു കൊടുക്ക്. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ പിറ്റേ ദിവസമാണ്. ഞാൻ ഈ വ്ളോഗ് എടുക്കേണ്ട കാര്യം സത്യം പറഞ്ഞാൽ മറന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ എല്ലാവരും കൂടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ ഉറങ്ങിയപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു.
അതിന് 1:30 ടൈം ആയിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പോവാണ് രാവിലെ തന്നെ. ആവണീൻ്റെ വീട്ടിൽ നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ നേരെ ആവണീൻ്റെ വീട്ടിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് ലീയ ഉണ്ട്, അതേപോലെ തന്നെ അമ്മയും അമ്പിയും ഉണ്ട് കേട്ടോ. നമ്മളെന്തായാലും നേരെ പോയിട്ട് വരാം. അപ്പോൾ ഇതാണ് ആൻറ്റീൻ്റെ വീട് കേട്ടോ. നമ്മളിപ്പോൾ ബാക്ക് വശം വഴിയാണ് വന്നിട്ടുള്ളത്. അതിൽ കൂടെ റോഡൊക്കെ ഉണ്ട് വരാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മളെ ആപ്പൻ്റെ വീട്. നമുക്കിപ്പുറം കുറേ സ്ഥലമൊക്കെ ഉണ്ട്. ഇതുണ്ടോ, നമുക്ക് ഇവിടെ വന്നാൽ പിന്നെയും കളിക്കാനൊക്കെ സ്പേസ് ഉണ്ട്. അപ്പുറം റോഡുണ്ട് കേട്ടോ. അതിൽ കൂടിയാണ് നമ്മൾ ശരിക്കും വരേണ്ടത്. ഇതിലേ സ്പേസ് ഉണ്ട് വരാൻ വേണ്ടിയിട്ട്. അല്ല ആവണിയുടെ പണി ഇതാണ് കേട്ടോ. ആവണി എന്ന് മുഖം കാണിക്കാം. ആവണി ആൻറ്റി ഡ്രൈപ്പ് ചെയ്ത സാരിയാണ് കേട്ടോ ഇത്. ആൻറ്റി ഒരു ബ്യൂട്ടീഷ്യനാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സാരി ഡ്രൈപ്പിംഗ് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മൾ ആൻറ്റീൻ്റെ വീട്ടിലൊക്കെ പോയി നേരെ ഇങ്ങോട്ടേക്ക് തന്നെ വന്നു. ആൻറ്റിക്ക് ഇന്ന് വർക്ക് ഉണ്ട് കേട്ടോ. ആൻറ്റി പാർലറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം നമ്മൾ TV കണ്ടു, കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ. വെയിലെല്ലാം ആയതുകൊണ്ട് നമുക്ക് ഇവിടെ പുറത്തൊന്നും പോകാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട്, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ നമുക്കിനി ആ വീഡിയോസൊക്കെ കാണാം. ഇതായിരുന്നു നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ്, ഒരു മിനിയേച്ചർ സദ്യ. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പായസവും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഞാൻ ബാക്കി എല്ലാവരും വീഡിയോസ് അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ ഗായ്സ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് വ്ളോഗൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ആവണിയൊന്നുമില്ല. ആവണീൻ്റെ വീട്ടിലൊക്കെയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കളിക്കൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച. പിന്നെ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് കുറേ സമയം പോയിട്ടോ. പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാനെന്താ മേലൊക്കെ കഴുകി, തല കുളിച്ചില്ല. തല വീട്ടിൽ പോയിട്ട് തന്നെ കുളിക്കാമെന്ന് വിചാരിച്ചു. മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി ഇവിടെ നിൽക്കാണ്. നമ്മളൊരു 6:30 ബസ്സിനാട്ടോ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിനി വീട്ടിലേക്ക് തിരിച്ച് പോവാണ്. എക്സാമെല്ലാം ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് അപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. എനിക്ക് 2 സാരി വേണേനു, എനിക്ക് വീഡിയോ എടുക്കാൻ. കേട്ടാ അമ്മമ്മ? 2 സാരി താപ്പ അമ്മമ്മ. ഇനി ഞാൻ വരൂല ഇപ്പോൾ ഒന്നും കേട്ടാ. നമുക്ക് സങ്കടമൊന്നുമില്ല ഞാൻ പോകുന്നതിന്. അമ്മ അങ്ങോട്ട് വരുവാ? ഒന്നും പറയുന്നില്ല അമ്മമ്മ, പറയൂ. ബൈ ബൈ. ഗായ്സ് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. നമ്മൾ നേരെ ഇനി നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. ഒരു ദിവസം നമ്മളോട് നിന്നിട്ടുള്ളത് അമ്പിയുണ്ട്. അമ്പി 2 ദിവസം നിന്നിനി, നമ്മൾ ഒരു ദിവസം നിന്നിട്ടുള്ളൂ. നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോവാണ്. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വന്നപ്പാട് ചെടിക്ക് വെള്ളം ഒഴിക്കാട്ടോ. ഞാൻ ഇന്നലെ വൈകുന്നേരം ഒഴിച്ചിട്ടാണ് പോയത്. എന്നാലും എല്ലാം വേഗം നമ്മൾ ആടിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെന്താ എല്ലാ ചെടിക്കും വെള്ളം ഒഴിക്കാട്ടോ. അത് കൂടുതലും പൂച്ചെടികളെ ഇഷ്ടമാണ്. ഞാൻ ഇതേ മോഡൽ പൂച്ചെടികളാണ് കൂടുതലും വളർത്താറ്. ഞാൻ 2-3 ചെടി അമ്മമ്മേൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നടണം. ഞാൻ ഈ ചെടിക്ക് വെള്ളം ഒഴിക്കട്ടെ. അപ്പോൾ ഗായ്സ് ഞാൻ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചു. ഞാൻ നിങ്ങൾക്ക് എൻ്റെ കുറച്ച് ചെടിയുള്ള പൂന്തോട്ടം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കുറേയൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. കാരണം ഇവിടെ കിളയില്ലേ, എന്താ പറയുക, ഇങ്ങനെ കിളയൊക്കെ കെട്ടിയോണ്ട് നമുക്ക് ചെടികളൊന്നും അങ്ങനെ വേരുള്ള അധികം ചെടികളൊന്നും നടാൻ കഴിയില്ല. മരം പോലത്തെ നടാൻ കഴിയില്ല. അതുകൊണ്ട് കുറച്ച് പൂച്ചെടികൾ മാത്രമേ ഞാൻ നട്ടിട്ടുള്ളൂ. സോ ഞാൻ നിങ്ങൾക്ക് കുറച്ച് എൻ്റെ ഒരു പൂന്തോട്ടം ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഒരു ചെറിയൊരു ഗാർഡൻ. കുറച്ച് ഇലച്ചെടികളും കുറച്ച് പൂച്ചെടികളും ആട്ടോ വെച്ചിട്ടുള്ളത്. കുറച്ചും കൂടി ഇത് എക്സ്പാൻഡ് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യണം. അപ്പോൾ ഗായ്സ് നമ്മൾ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഫ്രഷ് ആയിട്ടോ. എനിക്ക് ഭയങ്കര തലവേദനയുണ്ട്. ഞാൻ ഇന്ന് കുളിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് അമ്മ തല നനയ്ക്കാൻ വിട്ടില്ല. അതുകൊണ്ട് ഞാനിന്ന് തല അങ്ങനെ കുളിച്ചില്ല കേട്ടോ. ഇനി ഇന്നങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കാരണം നല്ല ക്ഷീണമുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞില്ല 1:30ക്കാണ് ഉറങ്ങിയത്. നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് 1:30ക്കൊക്കെ ഉറങ്ങി. നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് എനിക്ക് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ ഉറക്കമൊന്നും ശരിയായില്ല.
ഇനി ഇന്ന് ഉറങ്ങണം നല്ല രീതിക്ക്. അപ്പോൾ ഇനി നമ്മളിതാ ഫുഡ് അമ്മ വെക്കുന്നുണ്ട്. അമ്മമ്മ പായസമൊക്കെ തന്നുവിട്ടിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നമ്മൾ കിടന്ന് ഉറങ്ങും. ഇന്ന് അത്രയും ഇനി പരിപാടി ഉള്ളൂ. അപ്പോൾ എന്തായാലും ഫുഡ് എടുത്തിട്ട് വരാം ഞാൻ, എന്നിട്ട് നമുക്ക് കഴിച്ചിട്ട് കിടക്കാം. അപ്പോൾ ഗൈസ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് ഉള്ളത് സാലഡ് കാണുന്നില്ലല്ലോ നിങ്ങൾക്ക്, ഞാൻ മറ്റേ പോലെ തീരുമാനിച്ചതാണ്. സാലഡ്, സാമ്പാർ, പൊട്ടറ്റോ ഫ്രൈ, പിന്നെ ചോറ്. ഇതാട്ടോ നമ്മളിന്ന് രാത്രി മീൽസായിട്ട് കഴിക്കുന്നത്. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ ബൈ.